ആയുസ്സുള്ള കാലങ്ങൾ അണഞ്ഞണഞ്ഞു പോയി, കൂടിയുൾ നാളുകൾ അടുത്തടുത്തേ. നടുവിയ ജീവിതം പുതുക്കി നീടുകി, മണവാളനോടുള്ള മറുരുകവാകും. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനിത വരുവാനാ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 4-ാം വാക്യം. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഈ വാക്യത്തിൽ ദൈവം സാക്ഷികളായി ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ന്യായവിധി പൂർണ്ണമായും നീതിയുള്ളതും ആരും ഒഴിവാക്കാനാവാത്തതുമാണെന്ന് കാണിക്കുന്നു. ദൈവം സകലത്തിൻ്റെയും സർവാധിപതിയാണ്. ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് അവൻ്റെ പരമാധികാരം കാണിക്കുവാനാണ്. മനുഷ്യർ മാത്രമല്ല, സൃഷ്ടി മുഴുവനും ദൈവത്തിൻ്റെ കീഴിലാണ്. ആർക്കും ദൈവത്തിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുവാനാകില്ല. നമ്മുടെ ജീവിതം ദൈവസന്നയിൽ തുറന്ന പുസ്തകമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ന്യായമായതാണ്. ദൈവം വിളിക്കുമ്പോൾ പക്ഷപാതമില്ല. മനുഷ്യൻ പുറമെ കാണുമ്പോൾ ദൈവം ഹൃദയം കാണുന്നവനാണ്. നമ്മുടെ വിശ്വാസവും പ്രവൃത്തികളും ദൈവം പരിശോധിക്കുന്നു. തൻ്റെ ജനത്തോടാണ് ദൈവം ആദ്യം സംസാരിക്കുന്നത്. ദൈവം ആദ്യം തൻ്റെ ജനത്തെ തിരുത്തുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ വിശുദ്ധിയും സത്യസന്ധതയും ആവശ്യമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, അത് മാനസാന്തരത്തിനുള്ള വിളിയുമാണ്. നാം തിരിഞ്ഞു വരുമ്പോൾ ദൈവം അവസരങ്ങളെ നമുക്ക് നൽകുന്നു. ഈ നാളുകളിൽ ദൈവ ശബ്ദം കേട്ട് അവൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രിയരെ, ദൈവം എല്ലാം കാണുന്നവനാണ്. അവൻ നീതിമാനായ ന്യായാധിപതിയാണ്. വിശുദ്ധ ജീവിതത്തിനായി അവൻ നമ്മെ വിളിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.